തിരുവനന്തപുരം കല്ലിയൂർ കാക്കമൂലയിൽ ഓട്ടോ ഡ്രൈവറെ കിണറ്റിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കാമൂല സ്വദേശി രാജനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അലക്സ് മുഹമ്മദ് വിവരങ്ങളുമായുണ്ട് തിരുവനന്തപുരം. അലക്സ്, ഈ മരണം സംബന്ധിച്ച് എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്? GK 3 ദിവസമായി രാജനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു നേമം പോലീസ് സ്റ്റേഷനിൽ. രാജൻ കുടുംബവുമായി അകന്ന ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വീടിന് മുന്നിലെ കിണറ്റിലാണ് രാജനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെയാണ് ഈ കല്ലിയൂർ കാക്കാമൂലയിൽ ഓട്ടോ ഡ്രൈവർ കൂടിയായ രാജനെ വീടിന് മുന്നിലെ കിണറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 53 വയസ്സാണ് രാജന്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്ന് സ്ഥലത്തെത്തിയ നേമം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നേമം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം അവിടെ നിന്ന് റിക്കവർ ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോലീസിന്റെ തുടർ അന്വേഷണത്തിന് ശേഷമേ അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കുടുംബ പ്രശ്നം രാജനുണ്ടായിരുന്നതായി ബന്ധുക്കളും പോലീസും പറയുന്നു. ശരി അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.